ശംസുദ്ദീൻ തന്നെ പിടിക്കും. അടിപൊളിയാണ് ആള്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഒരു 10 വർഷത്തെ പിണറായി ഭരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോശം. ആദ്യത്തെ 5 കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഉടായിപ്പ. പിന്നെ അടുത്ത 5 വർഷം നമ്മൾ അങ്ങോട്ട് ശരിയാക്കി. എങ്ങനെയുണ്ട് ഇലക്ഷൻ വർക്കൊക്കെ? ആര് പിടിക്കും മണ്ണാർക്കാട്? ശംസുദ്ദീൻ തന്നെ പിടിക്കും. അടിപൊളിയാണ് ആള്. വേറെ ഒരാൾക്ക് ഓപ്ഷനേ ഇല്ല ഇവിടെ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ഉഷാറാണ്. മണ്ണാർക്കാട് അടിപൊളിയായി. മൊത്തത്തിൽ പിണറായി ഭരണം എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ എതിരാണ് അല്ലേ? അപ്പൊ തുടർഭരണം വരുമോ അവരുടെ? മൊത്തത്തിൽ കേരളത്തിൽ തുടർഭരണം വരാൻ ചാൻസ് ഉണ്ടോ? മണ്ണാർക്കാട് എന്തായാലും ശംസുദ്ദീൻ തന്നെ. മൊത്തത്തിൽ കേരളം വരുമ്പോഴോ പിണറായി വിരിച്ചു വരുമോ? പിണറായി വരാൻ സാധ്യത കുറവാന്നാ കേൾക്കണേ. UDF തന്നെ വരായിരിക്കും അല്ലേ? അങ്ങനെയാണ് കാഴ്ചപ്പാട്. അതെ അല്ലേ? ശരി. അതല്ലേ ആര് പിടിക്കും ഒരു മണ്ണാർക്കാട്? ശംസുദ്ദീൻ തന്നെ പിടിക്കും. ഉറപ്പാണ് ശംസുദ്ദീൻ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് ഒരു 10 വർഷത്തെ പിണറായി ഭരണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മോശം. മാർക്ക് എത്ര? ഒരു 100-ൽ എത്ര കൊടുക്കാം നമുക്ക്? 0 കൊടുക്കേണ്ടി വരും. കാരണം ആദ്യത്തെ അവസ്ഥയാണ്. മൊത്തത്തിൽ എന്താണ് അദ്ദേഹത്തെ പറ്റി പറയാനുള്ളത്? നമ്മൾ മുഖ്യമന്ത്രിയുടെ ഭരണത്തെ പറ്റി വീട്ടിൽ പോയിരിക്കാനല്ല പറയുന്നത്. വീട്ടിൽ പോയിരിക്കാൻ ചോദിക്കാനേ. വീട്ടിൽ പോയി ആള് പറയണോ വീട്ടിൽ പോയി ചോദിക്കാനാണ്? അപ്പൊ നമ്മളും വോട്ട് ചോദിച്ചു വരുമ്പോ അങ്ങനെ തന്നെ ചോദിക്കണ്ടേ? വീട്ടിൽ പോയി ചോദിക്കാൻ പറയും. വീട്ടല്ല ആരോടും ചോദിക്കണ്ടെന്ന് പറയാം. കാരണം ഒരു കൊടുക്കണില്ലേ നമ്മൾ വോട്ട് കൊടുക്കുന്നില്ല. ഓല് പിന്നെ എന്തെങ്കിലും ചോദിച്ചാല് വീട്ടിൽ പോയി ചോദിക്കാനല്ല ഇപ്പൊ പറഞ്ഞേ. പറഞ്ഞ കേട്ടോ. നമുക്കും അങ്ങനെ തന്നെ പറയാലോ. ഉറപ്പായിട്ടും ഇങ്ങോട്ട് പറയാം. ഇങ്ങോട്ട് എന്താണോ അങ്ങോട്ടും അങ്ങനെ തന്നെ അല്ലേ? മാറി വരട്ടെ. UDF പിടിക്കും. അപ്പൊ ഇക്കുറി മൊത്തത്തിൽ കേരളത്തിൽ ഒരു UDF തരംഗം തന്നെയാണ്. ഇവിടെ ശംസുദ്ദീൻ ഇപ്പോ 4ാം ടേമാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ആളുടെ? ഇവിടെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഉറപ്പായിട്ടും ഷംസുക്ക തന്നെ. ഓക്കെ ശരി. വേറൊരു ഓപ്ഷനെ ഇവിടെ വന്നിട്ട് കേട്ടിട്ടില്ലേ? എല്ലാവർക്കും ശംസുദ്ദീൻ തന്നെ ഉറപ്പാണ്. മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ പറയുമ്പോൾ ചെയ്തു തരികയാണ്. പിന്നെ എന്തിനാ ഞങ്ങൾ മറിച്ച് ചിന്തിക്കണ്ട. 15 വർഷം ഒരാൾ തന്നെ നിന്നിട്ടും അടുത്ത ടേമിലും നിങ്ങൾ അയാളെ പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ഉറപ്പായിട്ടുള്ള ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറഞ്ഞാൽ അത് ആ സ്പോട്ടിൽ അത് സ്വീകരിക്കുന്ന ആളാണ് അയാൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് മറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. തുടർഭരണം വരുമോ മൊത്തത്തിൽ? കേരളത്തില് ഇല്ല. ഉറപ്പാണ്. പിണറായി ഭരണം ഇനി വരണ്ട. ശരി. ചേട്ടാ നമസ്കാരം. എങ്ങനെയുണ്ട്? ആര് പിടിക്കും മണ്ണാർക്കാട്? ശംസു അല്ലാണ്ട് വേറെ ആരും ഇല്ല. ഉറപ്പാണ്. ഞങ്ങൾക്ക് ഉറപ്പാണ്. 15 വർഷം ഇവിടെ ശംസുദ്ദീൻ തന്നെയായിരുന്നു. അപ്പൊ 15 വർഷത്തെ ഒരു ഉറപ്പ് അത്രയ്ക്ക് ബലമുള്ളതാണ്. ശംസുദ്ദീൻ തന്നെ മതി മണ്ണാർക്കാടിന്. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണമൊക്കെ? എങ്ങനെയുണ്ട്? പിണറായി ഭരണം മാറും. ഒരു 10 വർഷം നമ്മളെ ഭരിച്ചല്ലോ. എങ്ങനെയുണ്ടായിരുന്നു? ആദ്യത്തെ 5 കൊല്ലം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഉടായിപ്പാണ്. മൊത്തത്തില് പിണറായി വിജയൻ എത്ര മാർക്ക് കൊടുക്കുന്നു പറഞ്ഞ 5 വർഷം വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ അടുത്ത 5 വർഷം നമ്മൾ അങ്ങോട്ട് ശരിയാക്കി. എത്ര മാർക്ക് കൊടുക്കണു മൊത്തം ആൾക്ക്? പോകണോ? ആൾക്ക് മാർക്ക് കൊടുക്കണോ? അല്ലെ ആൾക്ക് എന്താ നമ്മള് മാർക്ക് കൊടുക്കണേ? എത്ര കൊടുക്കണം? 0 ആണ്. ഓക്കെ. ശംസുദ്ദീൻ ജയിക്കും. ഉറപ്പാണ്. കേരളത്തിൽ മൊത്തം UDF പിടിക്കും. ഓക്കെ ശരി. നമസ്കാരം അച്ഛാ. ആര് പിടിക്കും മണ്ണാർക്കാട്? ശംസു തന്നെ പിടിക്കും. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? ശംസുവിന്റെ പരിപാടികൾ തന്നെ മൊത്തത്തിൽ 2-3 നമ്പർ അല്ലേ? 1 നമ്പർ ശംസു തന്നെയാണ്. 15 വർഷം അത്രയും ഉറപ്പായിരുന്നു നിങ്ങൾക്ക്. ആ 15 വർഷം തന്നെ തുടരണം എന്നാണ് ഇനി. ഓക്കെ. മൊത്തത്തിൽ എങ്ങനെയുണ്ട് പിണറായി ഭരണം? എങ്ങനെയുണ്ട്? അത് ഗുണമില്ല. ഇപ്രാവശ്യം മാറി പിടിക്കും. ഇതാ നമുക്ക് നല്ലത്. ശംസുദ്ദീൻ അപ്പൊ മന്ത്രിസഭയിൽ പ്രതീക്ഷിക്കാം നമുക്ക് ഇപ്രാവശ്യം. ഉറപ്പ്. ഉറപ്പല്ലേ? അതെ. പിണറായി വിജയൻ എത്ര മാർക്ക് കൊടുക്കണു വെച്ചാ? പിണറായി വിജയൻ എത്ര മാർക്ക് കൊടുക്കണു? 10 വർഷം നമ്മുടെ കൂടെ ഉണ്ടായില്ലേ? 10 കൊല്ലം മുമ്പ് നമ്മളുണ്ടാകുന്നല്ലോ. കുഴപ്പമില്ലാത്ത പാർട്ടിയല്ലേ? കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്. ആള് തിരിച്ചു വരുമോ ഇനി? അത് വേണ്ട. കുഴപ്പമില്ല. ഇനി വരണ്ട. ശരി.